ഈ കാലഘട്ടങ്ങളിൽ അനേകർ വലിയ വെല്ലുവിളിയിലൂടെയും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ മേഖലയിലും നമ്മൾ നോക്കിയാൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. സാമ്പത്തിക മേഖലയിൽ വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ് മേഖലകൾ, ജോലി മേഖലയിൽ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കമ്പനികൾ കൂട്ടത്തോടെ ആൾക്കാരെ പിരിച്ചുവിടുന്നു. ഇനി കാർഷിക മേഖല എടുത്ത് പരിശോധിച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സാമൂഹ്യ മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ അതിലും വലിയ പ്രതിസന്ധികളാണ് നമ്മൾ കാണുക. ഒരാൾക്കും മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വ്യക്തിയുടെ തലങ്ങളിൽ. ഇനി സമൂഹത്തിൻ്റെ തലങ്ങളിലാണെങ്കിലോ വ്യത്യസ്ത സമൂഹങ്ങൾ, വിഭാഗങ്ങൾ മറ്റുള്ളവരെ സംശയത്തോടെ, ഭയത്തോടെ, ആകുലതയോടെയാണ് വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെതായ ഒരു പ്രത്യേകത, എല്ലാ മേഖലകളിലും ചില അസ്വസ്ഥതകൾ, കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രതിസന്ധികൾ. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഗമമായിട്ടല്ല പോകുക. മറിച്ച് എവിടെയും ഒരു അസ്വസ്ഥത, എവിടെയും ഒരു സംശയം, എവിടെയും ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുക. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാനും മാറ്റിമറിക്കുവാനും കഴിവുള്ള ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളെ ദൈവോന്മുഖരായിട്ട് ജീവിക്കാനുള്ള ബലം നൽകി കർത്താവ് അനുഗ്രഹിക്കുക. വലതുവരെടുത്തൊന്ന് പറയാമോ? ഹാലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹാലേലൂയ. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തെ നോക്കി നെടുവീർപ്പെടുന്നവരായിരിക്കരുത് നമ്മൾ. ഈ നാളുകളെ ഓർത്ത് വ്യഗ്രത ചിത്തരായി തളർന്നു പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയരണം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു യാത്രാമധ്യേ ഒരു സ്നേഹിതൻ മറ്റൊരു ഭവനത്തിൽ വന്നിട്ട് അവൻ്റെ കതകിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഒരു സ്നേഹിതൻ എൻ്റെ കുടുംബത്തിൽ വന്നു, അവന് കൊടുക്കുവാനൊന്നുമില്ല, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് അപ്പം വായ്പ തരണം. ന്യായമായൊരാവശ്യം. അവൻ്റെ വീട്ടിൽ അപ്പമില്ല. ഈ ഉടമസ്ഥൻ പറയുന്ന മറുപടി, എൻ്റെ ഭവനത്തിൻ്റെ വാതിൽ അടച്ചു, എൻ്റെ കിച്ചൺ ഞാൻ അടച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ കിച്ചണിൽ ഇനി അത് തുറക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്, ഞാൻ എഴുന്നേറ്റാൽ അവരുടെ ഉറക്കം നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിൽ ഈശോ പറയുകയാണ്, അവൻ സ്നേഹിതനായതുകൊണ്ട് അവൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവൻ എഴുന്നേറ്റ് ആവശ്യമുള്ളത് നൽകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നമ്മൾ എപ്പോഴും നോക്കേണ്ട ദൈവത്തിലേക്കാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ മുട്ടി വിളിക്കേണ്ടത് സ്വർഗത്തിൻ്റെ കവാടമാണ്. സ്വർഗത്തിൻ്റെ കവാടത്തെ മുട്ടുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളത് ദൈവം കൊടുക്കുക. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 2 വചനങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യാബസ്. അവനെക്കുറിച്ച് 2 വചനമേ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ. വചനം ഇങ്ങനെ പറയുന്നു, യാബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. അവനുള്ള ആദ്യത്തെ പ്ലസ് പോയിന്റ്, അവൻ അവൻ്റെ സഹോദരങ്ങളെക്കാൾ ബഹുമാന്യനായിരുന്നു. അവൻ്റെ കൂടെ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഒരു പ്രാർത്ഥന ഉയർത്തുന്നുണ്ട്. ഈ യാബസിനെ കുറിച്ച് അവൻ്റെ അമ്മ അവനെ അഭിസംബോധന ചെയ്യുന്നത് യാബസ് എന്ന പേര് വിളിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, യാബസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖത്തിൻ്റെ പുത്രൻ, സങ്കടത്തിൻ്റെ പുത്രൻ, പരാജയത്തിൻ്റെ പുത്രൻ, വേദനയുടെ പുത്രൻ. ഈ യാബസ് എന്ന കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ
ഈ കുഞ്ഞിനെ കണ്ട അമ്മ നിലവിളിച്ചുകൊണ്ട് അവനെ ഒരു നോട്ടത്തിൽ അവൻ്റെ അമ്മ അവൻ്റെ ഹൃദയം നുറങ്ങി വിളിച്ച പേര് യാബസ്. ഇവൻ എനിക്ക് സങ്കടത്തിൻ്റെ കാരണമാണ്, ഇവൻ എനിക്ക് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്റെ ജീവിതവും ഇതുപോലെ ഒരു ദുഃഖത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെ മനുഷ്യനാകാം. നിന്റെ കുടുംബത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാകാം. നിന്റെ കുടുംബത്തിൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു ജീവിതമാകാം. അതേ പ്രിയ സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ നീ ഒരു യാബസാകാം. നിന്റെ ബിസിനസ് മേഖലയിൽ ഒരു യാബസാകാം നീ. നിന്റെ ജോലിയിടങ്ങളിൽ, നിന്റെ സമൂഹങ്ങളിൽ നീ എവിടെ ചെല്ലുന്നോ അവിടെയെല്ലാം ഒരു പരാജയത്തിൻ്റെ മനുഷ്യനായി, സങ്കടത്തിൻ്റെ മനുഷ്യനായി നീ ഇരിക്കുമ്പോൾ അടുത്ത വചനം പറയാണ്, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് അവൻ കേട്ടു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റ വരി പ്രാർത്ഥന ഉയർത്തുകയാണ്. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കുകയും അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കുകയും ചെയ്യണമേ. അടുത്ത വചനം പറയാണ്, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വലതുകരടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഈ രാത്രിയിൽ നീ നിന്റെ പരാജയത്തിന്റെ കിടക്കയിൽ തളർന്നു കിടക്കുമ്പോൾ, നിന്റെ രോഗക്കിടക്കയിൽ എല്ലാ വാതിലുകളും അടഞ്ഞു പ്രത്യാശ നഷ്ടപ്പെട്ട് നീ തളർന്നു കിടക്കുമ്പോൾ ഓർക്കണമേ, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചവനാണ് യാബസ്. കാരണം അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അവൻ്റെ അതിർത്തികൾ വിസ്തൃതമാകണം. പ്രിയമുള്ളവരെ, ദൈവം അവൻ്റെ അതിർത്തിയെ വിസ്തൃതമാക്കിയ ഇത് പറയുമ്പോൾ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരിക. നവീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ പള്ളിയുമായിട്ട് ചേർന്നുള്ള ഈ സ്റ്റെപ്പിൽ വന്നിരിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി, ഇവൻ എന്നും വൈകുന്നേരം വരും. ഇവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന സങ്കടം ഇതാണ്, ചേട്ടാ, എൻ്റെ പപ്പ ഇന്നും കുടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇവൻ കരയും. ഈ കരയുന്ന ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഇവനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നതാണ്, നീ ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഇത് പറഞ്ഞ് അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ പോകും. 2ാമത്തെ ദിവസം ഇത് തന്നെയും. അങ്ങനെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഈ കുട്ടി എന്നും വരും വൈകുന്നേരം. മിക്ക ദിവസവും ഇവൻ ഈ സങ്കടം പറയും. ഈ സങ്കടം പറയുമ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന മറുപടി, നീ നിന്റെ സങ്കടം ഈശോയോട് പറയുക, നീ ഈശോയോട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അവന് വിവാഹം കഴിയുന്നത് വരെ എനിക്കറിയാം അവൻ്റെ പിതാവിൻ്റെ മദ്യപാനം മാറിയില്ല. പക്ഷെ മറ്റൊരു കാര്യം സംഭവിച്ചു, ദൈവം അവൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി സുവിശേഷം കൊടുക്കുന്ന ഒരു യുവാവായി അവൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തി. വലതുകരടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പരിചിതമായിരിക്കുന്ന, നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്ന ദൈവം നിന്റെ അതിർത്തികളെ വിസ്തൃതമാക്കും. നിന്റെ സാമ്പത്തിക മേഖലയുടെ അതിർത്തികളെ ഈ ദൈവത്തിന് വിസ്തൃതമാക്കുവാൻ പറ്റും. നിന്റെ തകർന്നുപോയ കുടുംബജീവിതത്തിന്റെ അതിർത്തികളെ വിസ്തൃതമാക്കി ഐശ്വര്യമുള്ള ഒരു കുടുംബമാക്കി. പ്രിയമുള്ളവരെ, ആമോസ് 9:14 വചനം പറയുന്നില്ലേ, ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ആ ദൈവം ഇനിയും നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ ദൈവം ഈ അൾത്താരയിൽ വരാൻ പോകുക. ഈശോ ഇറങ്ങി വരിക. മൂട്ടേണ്ടത് അവന്റെ സന്നിധിയിലാ. ദൈവം പറയാണ്, അവനെ മുട്ടി വിളിക്കുക. ആ സ്വർഗത്തിന്റെ കലവറയെ ആരെല്ലാം മുട്ടി വിളിച്ചിട്ടുണ്ടോ പ്രിയവരെ, അവരുടെ മുമ്പിൽ കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടം മുട്ടി വിളിച്ച സകലരുടെയും, അത് രോഗത്തിലായിക്കൊള്ളട്ടെ, തകർച്ചയിലായിക്കൊള്ളട്ടെ, പരാജയങ്ങളിലായിക്കൊള്ളട്ടെ, കണ്ണുനീരിലായിക്കൊള്ളട്ടെ, ഏത് നൊമ്പരങ്ങളിലായിക്കൊള്ളട്ടെ, സ്വർഗ കവാടം മുട്ടി വിളിച്ച ദൈവ വൈതലിന്റെ മുമ്പിൽ അവൻ കവാടം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് വചനം തുടർന്ന് പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുന്ന ഏവനും തുറന്നു കിട്ടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മളുടെ ജീവിതത്തെ ഇന്ന് കർത്താവിന് കൊടുക്കണം. ഇന്ന് എവിടെ ഇരുന്ന് നമ്മൾ ശുശ്രൂഷ സംബന്ധിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് നിന്റെ മുമ്പിൽ കർത്താവ് വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തെ എടുത്തുയർത്തി അവൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ കാണിച്ച് ഒന്ന് മുട്ടി വിളിക്കുവാൻ പറ്റുമോ? സ്വർഗത്തിൻ്റെ കവാടത്തെ ശക്തിയോടെ, നിങ്ങളുടെ സർവ്വശക്തിയോടും കൂടെ ആ കവാടത്തെ മുട്ടുമ്പോൾ പ്രിയരെ, ആ കവാടം ദൈവം നമുക്കായി തുറക്കും. ദൈവം നമുക്കായി തുറന്ന് ഇന്ന് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. വലത് കരമെടുത്തെന്ന് പറയാമോ ഹല്ലേലൂയാ? കരങ്ങൾ വീശി എന്ന് പറയാമോ ഹല്ലേലൂയാ? ആ കർത്താവിന്റെ സന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് രണ്ട് കരമൊന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുക. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ അവിടുത്തെ കരം എന്നോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ കരം അവന്റെ കൂടെ വന്നപ്പോ അവന്റെ അതിർത്തികളെ ദൈവം വിസ്തൃതമാക്കി. സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ പുത്രൻ അനുഗ്രഹത്തിന്റെ പുത്രനായി മാറി. പ്രിയരെ, ആ കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് മഹത്വത്തോടെ ഇന്ന് കടന്നു വരും. അവനെ സ്വീകരിക്കുവാൻ ഹൃദയപൂർവ്വം ഒരുങ്ങുക. ആ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളൊന്നൊരുങ്ങി. പരമപരിശുദ്ധനായ ദൈവമാണ് വരുന്നത്. ഈശോ ഇന്ന് കടന്നു വരുമ്പോൾ ഈശോ നമ്മുടെ ജീവിതം ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിൽ എവിടെയോ നീ സങ്കടപ്പെട്ടു നിൽക്കുന്നു. നീ തന്നെ നിന്റെ ജീവിതത്തെ ഒരു ദുഃഖപുത്രനോ ദുഃഖപുത്രിയായിട്ട് ആണോ ഇന്ന് കാണുന്നത്? എന്നാൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റും. ആ പരിശുദ്ധനായ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങും. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ. മുട്ടുമേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി ഈശോയെ സ്വീകരിച്ച്, പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ. വണങ്ങുന്നു തിരുസന്നിധി, ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം. നീ മാത്രം യേശുവേ, ശിരസ്സ് നമിച്ച് ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം. നീ മാത്രം യേശുവേ, ഓ നീ മാത്രം യേശുവേ. അവന്റെ സന്നിധിയിലേക്ക് രണ്ട് കരമൊന്ന് ഉയർത്തുക. പ്രിയരെ, കണ്ണു തുറന്ന് ജീവിക്കുന്ന ദൈവത്തെ ഈ അൾത്താരയിലൊന്ന് കാണുക. ഇതാ പരമപരിശുദ്ധനായവൻ, സർവശക്തനായ ദൈവം പ്രിയമുള്ളവരെ ഈ ആൾത്താരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ജീവനും ജീവിതവും സമർപ്പിച്ച് ആദരം തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹൃദയം നുറുങ്ങി ആദരം തുറന്ന് യേശുവേ, ഇത് നിന്റെ സ്വർഗ കവാടത്തെ നീ മുട്ടി വിളിക്കുന്ന സമയമാ. രക്ഷയുടെ സമയം, ദൈവത്തിന്റെ സ്വീകാര്യമായ സമയം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയം. യേശുവേ യേശുവേ ഈശോയേ
യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം? യേശുവേ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം? നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. രണ്ട് കരങ്ങളും ഉയർത്തി നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. ഈശോയെ നോക്കി പാടാമോ? നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. എല്ലാവരും ചേർന്ന് നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. ഈശോയെ കണ്ടുകൊണ്ട് നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. യേശുവേ നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ. നിനക്ക് തുല്യനായി മറ്റാരുമില്ല മാത്രം യേശുവേ. നീ മാത്രമാണ് എൻ്റെ ദൈവം. നീ മാത്രം യേശുവേ. നീ ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ചേർന്ന് പാടി. ഉയർത്തിയിടും ഞാൻ തിരുനാമവാക്കിലും നീ മാത്രം യേശുവേ. വലതുകരം ഉയർത്തി കരം വീശുന്ന പാടാം. ആരാധിക്കുന്നു ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമവാക്കിലും നിനക്ക് നീ മാത്രം യേശുവേ. യേശുവേ നീ മാത്രം യേശുവേ. എൻ്റെ യേശുവേ. നീ മാത്രം യേശുവേ. ദിവ്യഗാന സന്നദ്ധിയിൽ നമ്മുടെ ശിരസ്സൊന്ന് കുനിച്ച് നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആദരപൂർവ്വം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അവൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ എവിടെ ഈശോ ഇറങ്ങി വരുന്നോ അവിടെയാണ് സ്വർഗം, അവിടെയാണ് സ്വർഗത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ആ സ്വർഗത്തിൻ്റെ നാഥനായ കർത്താവ് ഇതാ ദിവ്യകാരുണ്യത്തിൽ തൻ്റെ സജീവമായ സാന്നിധ്യം പ്രകടമാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം ആരാധന ഏറ്റുവാങ്ങുവാനായി ഈശോ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കൊല്ലപ്പെട്ടു എന്ന് തോന്നുന്ന കുഞ്ഞാടിൻ്റെ മുമ്പിലേക്ക് ശ്രേഷ്ഠന്മാരും വിശുദ്ധന്മാരും നെടുമ്പാട് വീണ് കിടന്ന് ഈശോയെ ആരാധിക്കുക. അതേ പ്രിയരെ, സ്വർഗത്തിൽ സകല വിശുദ്ധന്മാരുടെയും സകല ശ്രേഷ്ഠന്മാരുടെയും ആരാധനയുടെ മധ്യയാണ് ജീവിക്കുന്ന ദൈവം വസിക്കുന്നത്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് നാം അവനെ ആരാധിക്കുമ്പോഴാണ്. നാം അവന് ഹൃദയം കൊടുത്ത് ജീവിതം കൊടുത്ത് ജീവനും ജീവിതവും അവൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ച് നാം ആരാധിക്കുമ്പോൾ അവൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പരിവർത്തിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളായിരിക്കുന്നിടങ്ങളിൽ നിന്ന് 2 കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. 2 കരങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്കൊന്ന് ഉയർത്തുക.
ഈശോയെ നോക്കിക്കൊണ്ട് പറയുക, ഈശോയെ എൻ്റെ ജീവിതം ഇതാ നിന്റെ മുമ്പിൽ അടിയറ വെക്കുന്നു. എൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകല കനൽ വഴികളെയും കർത്താവേ നിന്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ സമർപ്പിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ മുറുകിയിരിക്കുന്ന പാപത്തിൻ്റെ ആസക്തികളെയും പല നാളുകളായി ഞാൻ മല്ലടിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന പാപശക്തികളെയും ഇതാ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഇപ്പോൾ എന്നെ ഏറ്റെടുക്കണമേ. എൻ്റെ രോഗപീഠകളെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. കുടുംബ തകർച്ചകളെ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാം യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ആദരം തുറന്ന് ചങ്കുപൊട്ടി ഒന്ന് വിളിക്കാമോ? ഈശോയേ, ഹൃദയം നുറുങ്ങി ഈശോയെ വിളിക്കുക. ഹൃദയം നുറുങ്ങി ഈശോയെ. അവന്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. അവന്റെ അത്ഭുത ശക്തി നമ്മളെ കീഴടക്കും. ജീവിതം വിട്ടുകൊടുത്ത് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ അവനെ ആരാധിക കരങ്ങളൊന്ന് താളത്തിലടിച്ച് സർവശക്തനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായവനെ എല്ലാവരും ചേർന്ന് ഹൃദയപൂർവ്വം ആരാധിക്കുക. സ്വർഗത്തിലെ ആരാധനയോട് ചേർന്ന് ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തിൽ നിന്ന് നാമും അവിടുത്തെ ആരാധിക്കുകയാണ്. കരങ്ങളടിച്ച് ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാടി. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചേർന്നപാട് എല്ലാവരും. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ, ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പ്രിയമുള്ളവരെ, കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് യേശുവിനെ ആരാധിക്കുക. പാപച്ചുഴിയിൽ നീ താണുപോയപ്പോ പാപത്തിന്റെ ബലഹീനതയെയും നിലയില്ലാ കയത്തിൽ നീ മുങ്ങി താഴുമ്പോ അവന്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി നിന്നെ അവൻ ഉറപ്പുള്ള പാറമേൽ നിർത്തിയില്ലേ? ഇതാ ജീവിക്കുന്ന ദൈവം, ഇതാ ശക്തനായ ദൈവം അവന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ആദരം തുറന്ന് വിളിക്കുന്നു, ഈശോയേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച്. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു. ആമേൻ, ആമേൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നിണം തന്നു, പാവന നീണം തന്നു, പാപത്തിൻ കരപോക്കി. പാവന നീണം തന്നു, പാപത്തിൻ കറപോക്കി. നിന്നെ രക്ഷിച്ച രക്ഷിച്ചതാം കർത്താവിനെ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. നിന്നെ രക്ഷിച്ച കർത്താവിനെ ആരാധിച്ച് രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും
ആത്മാവിൽ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വീണ്ടും കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റിച്ചു വിട്ടി എന്റെ പ്രിയ ജനവേ, ഹൃദയം തുറന്ന് നീ ആരാധിക്കേണ്ട സമയമായത്. ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം, അത്ഭുത ശക്തി ഈ ആരാധനയിൽ ആരെല്ലാം പങ്കെടുക്കുന്നു, ദേശാന്തരങ്ങളിലേക്ക് അവന്റെ അത്ഭുതകരമായ ശക്തി, അവന്റെ അത്ഭുതകരമായ നാമത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ യേശു നാമത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കരമുയർത്തി വീണ്ടും വിളിക്കുന്നു, ഈശോയേ. കരങ്ങളടിച്ച് ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായി കരങ്ങളടിച്ച് ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ചേർന്ന് പാടി അത്ഭുത സംഖ്യകൾ ഏറ്റെടുത്ത് യേശു നൽകുന്ന വിടുതൽ സ്വന്തമാക്കി. ഹല്ലേലൂയ. ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോയേ. ഹല്ലേലൂയ. സോയേ. ഹല്ലേലൂയ. 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 ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 അവന്റെ സാന്നിധ്യം ഇവിടെ നിറയുന്നു. അവന്റെ അത്ഭുത സാന്നിധ്യം. ഹല്ലേലൂയ. 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 ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളടച്ച് ശക്തമായി ഹല്ലേലൂയ. സോയേ. ഹല്ലേലൂയ. സോയേ. ഹല്ലേലൂയ. 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 ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി നീതിമാനിടത്തെ നോക്കി ഒരിക്കൽ കൂടി ആരാധിക്കുന്നു ഈശോയെ. യേശുവേ, രക്ഷകനായ ദൈവമേ, വിമോചകനായ കർത്താവേ, വിമോചകനായ ദൈവമേ, വിടുതലിന്റെ ദൈവമേ, ബന്ധനങ്ങൾ തകർക്കുന്നവരെ, സൗഖ്യദാതാവേ, യേശുവേ, യേശുവേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഈശോ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഒരുമിച്ച് ഈ സമയം ആരാധിക്കുന്നത്. എൻ്റെ ഈശോയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ പാപവും ഭാരവും എൻ്റെ സങ്കടവും എൻ്റെ വിലാപങ്ങളും എൻ്റെ കർത്താവിന് മനസ്സിലാകും. ഈ രാത്രിയിൽ എൻ്റെ കർത്താവിനെ സമ്പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശവും, എൻ്റെ എല്ലാ തലത്തിലുള്ള എൻ്റെ എല്ലാ വേദനകളും, എന്നെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ ഭരമേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ ഈ നിമിഷം എൻ്റെ ഈശോ എൻ്റെ കണ്ണുനീരൊപ്പുന്ന, എന്നെ ചേർത്ത് പിടിപ്പിക്കുന്ന, എന്നെ ആശ്ലേഷിക്കുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഒരുമിച്ച് വിളിച്ച് ഈശോയെ വിളിച്ച് ഈശോ കർത്താവേ, അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ അപ്പാ. ഹല്ലേലൂയ, 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 ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നീ വന്നിടണേ, സൗഖ്യം തന്നിടണേ. ഈശോ നീ വന്നിടണേ, സൗഖ്യം തന്നിടണേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ, എന്നെ കഴുകേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിലാണ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിയുന്നത്, കെട്ടുകൾ പൊട്ടുന്നത്, ചങ്ങലയുടെ കുരുക്കുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത്. പിശാചരിക്കുന്ന എല്ലാ കെണികളും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിച്ചാൽ മതി. കാരണം മരണത്തെ മരണത്താൽ പരാജയപ്പെടുത്തിയ, തിന്മയെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ എൻ്റെ ഈശോ എനിക്കുള്ളത് കൊണ്ട്, ആ കർത്താവ് ജീവിച്ചിരിക്കുന്നു, അവൻ എനിക്കൊപ്പം ഉള്ളത് കൊണ്ട് എൻ്റെ ഏത് സങ്കടത്തിനപ്പുറം എൻ്റെ ഈശോ ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോബേറ്റ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം ജീവിക്കുന്നുവെന്നും അവൻ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷങ്ങളിൽ വലിയ ബന്ധനങ്ങൾ അഴിയുന്ന അനുഗ്രഹത്തിന്റെ സമയമായി കർത്താവ് ഈ സമയം മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്, കരം നീട്ടുകയാണ്, ഉചിതനായ മിശിഹായുടെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. എല്ലാ മക്കളും സ്തുതിച്ച് വിളിച്ച് ഈശോയെ വിട്ടുമാറട്ടെ, തിന്മ വിട്ടുമാറട്ടെ, രോഗപീഠകൾ വിട്ടുമാറട്ടെ, നിരാശ ഭയം വിട്ടുമാറട്ടെ, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ മത്തായി 16:18 വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സഭയ്ക്ക് തന്ന അധികാരത്താൽ അന്ധകാരത്തിന്റെ എല്ലാ വ്യാപനങ്ങളും യേശുനാമത്തിൽ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി, അത്യുന്നത ശക്തി ഈ നിമിഷങ്ങളിൽ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സ്ഥല സമൂഹങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഇറങ്ങട്ടെ, ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അന്ധകാരാധിപത്യങ്ങള്, നിരാശ ഭയങ്ങള്, കടബാധ്യതയുടെ ഭാരങ്ങള്, എല്ലാ അപമാന അവഹേളനങ്ങള് യേശു നാമത്തിൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വിളിക്കട്ടെ, കണ്ണുനീരൊപ്പിയെടുക്കുന്നതിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വിളിക്കട്ടെ. ഈശോ, 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 വിശ്വാസത്തോടെ ശക്തി വ്യാപരിക്കുന്നു, പരിശുദ്ധന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു, ഈശോ ഇറങ്ങി നടക്കുന്നു, പരിശുദ്ധനായ മക്കളെ ചേർത്ത് പിടിക്കുന്നു, കണ്ണുനീരൊപ്പുന്നു, കരം ചേർത്ത് ഈശോ മക്കൾക്ക് അടുത്ത് നിൽക്കുന്ന അനുഭവം അനേകം മക്കൾക്ക് വെളിപ്പെടുന്നു.
ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. പാപത്തിന്റെ ശാപത്തിന്റെ ഭയത്തിന്റെ കെട്ടുകളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. യേശുവേ, യേശുവേ, പരിശുദ്ധനെ, 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 പരിശുദ്ധനെ. നമ്മുടെ ഇടതുകരം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാം. വലതുകരം ദിവികാരസന്നതിലേക്ക് ഉയർത്തിപ്പിടിക്കുക. പ്രിയമുള്ളവരെ, നാളുകളായിട്ടുള്ള രോഗപീഠകളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ലൂക്ക 6:19. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്ന് അനേകരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. പ്രിയരെ, രണ്ട് കരങ്ങളും ദിവികാരന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഇതാ സുഖപ്പെടുത്തുന്ന കർത്താവ്, ഇതാ നിനക്ക് സൗഖ്യം നൽകുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന കർത്താവ്. അവന്റെ സന്നദ്ധിയില് രണ്ട് കരമുയർത്തിപ്പിടിക്കുമ്പോൾ നാളുകളായിട്ടുള്ള രോഗപീഠകളെ കരങ്ങളിൽ ഒന്ന് ഉയർത്തുക. ഈശോ എന്ന് കാണട്ടെ. പ്രിയരെ, നിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന്റെ കാരണം ഈശോ എന്ന് കാണട്ടെ. മദ്യപാനത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ നീ? മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണോ? നാളുകളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇനിയും നിനക്കൊരു വിമോചനമില്ലേ? ഇതാ അവനിൽ നിന്ന്, യേശുവിൽ നിന്ന് ഒരു ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അവൻ നിന്നെ സുഖപ്പെടുത്തുമ്പോ നീ സൗഖ്യമുള്ളവനായി മാറും. അവൻ രക്ഷിപ്പിക്കുമ്പോൾ നീ രക്ഷപ്പെടും. അവിടത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയുടെ സങ്കേതമായ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന കർത്താവിന്റെ സന്നിധി രണ്ട് കരമുയർത്തി എല്ലാ രോഗപീഠകളും തകർച്ചകളും നിരാശയും സമർപ്പിച്ച്, കുടുംബങ്ങളെ സമർപ്പിച്ച്, കടബാധ്യതകളെ സമർപ്പിച്ച്, വിവാഹ തടസ്സം, ജോലി തടസ്സം സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ആദരം തുറന്ന് ഈശോയെ വിളിക്കുക. ഈശോയെ വിളിക്കുക. എല്ലാ തകർച്ചകളും തടസ്സങ്ങളും മാറ്റണമേ അപ്പാ. ഇറങ്ങി നടക്കണേ അപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, രോഗക്കിടക്കയിലേക്ക്, ഭാരങ്ങളിലേക്ക്, എല്ലാ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അപ്പാ കരം നീട്ടണേ, കരം നീട്ടണേ ഈശോയെ, കരം നീട്ടണേ ഈശോയെ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ.
കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഈശോയ്ക്ക് നന്ദി സ്തുതിയും പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെ ഹൃദയങ്ങളിലും ഒരു നാമം മാത്രമേ യേശു. എല്ലാ തരങ്ങളിലും ഒരു നാമം മാത്രമേ യേശു. സോയേ സോയേ എന്ന് വിളിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. സത്യമായി തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാ രാജൻ നമുക്കായി. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു. ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഏക രാജ്യത്വമാണ് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം. അവൻ്റെ ഭരണമാണ് എന്നേക്കും നിലനിൽക്കുന്ന ഭരണം. അവൻ്റെ സന്നിധിയിലാണല്ലോ നാം എന്നേക്കും നിൽക്കേണ്ടതും. ആ പരിശുദ്ധ സ്വർഗത്തെ ഈ നിമിഷങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് എന്നേക്കും നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തെ എന്നേക്കും ആരാധിക്കേണ്ട സ്വർഗീയ സഭയായി രൂപാന്തരപ്പെടേണ്ടവരാണ് നമ്മുടെ കൂട്ടായ്മ എന്നുള്ള ബോധ്യത്തോടെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ആരാധിക്കട്ടെ. സകല വിശുദ്ധരും മാലാഖമാരും നിരന്തരം കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നേക്കും ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കൂട്ടായ്മയിൽ എന്നേക്കും ജീവിക്കുന്നവരായി, എന്നേക്കും ആരാധിക്കുന്നവരായി, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, എന്നേക്കും ആനന്ദമുള്ള, കൃപയുടെ, വിശുദ്ധിയുടെ, ആഘോഷാഹ്ലാദമുള്ള വിശുദ്ധ കൂടാരത്തിന്റെ അവകാശികളാണ് നമ്മളെന്ന വലിയ ബോധ്യത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവേ, സ്വർഗ്ഗത്തിന്റെ അഭിഷേകം, മഹത്വം, കണ്ണുനീരൊപ്പിയെടുക്കുന്നവർ ഈ നിമിഷങ്ങളിൽ കണ്ണുനീരൊപ്പുന്നു. വേദനകൾക്ക് വിരാമമിടാൻ കഴിവുള്ളവൻ നിന്റെ വേദനയിലേക്ക് ഇറങ്ങി വരുന്നു. ആശ്വസിപ്പിക്കാൻ, എന്നേക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ഇപ്പോൾ പ്രിയപ്പെട്ട മകനെ, മകളെ നിന്നെ ആശ്വസിപ്പിക്കുന്നു. മക്കളെ വിളിച്ച് യേശുവേ, യേശുവേ, കണ്ണുനീരൊപ്പുള്ള യേശുവേ, നിരാശ ഭയത്തിൽ നിന്ന് മക്കളെ എഴുന്നേൽപ്പിക്കണേ യേശുവേ. വലിയ പ്രത്യാശ കൊടുക്കണേ യേശുവേ. പ്രത്യാശ അങ്ങയുടെ പേരാണ് യേശു, അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
ഞങ്ങളുടെ പ്രത്യാശയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭാവിയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാരണമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് നിത്യതയെ നോക്കി മുമ്പോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ മാനുഷിക ബലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. മറിച്ച് സ്വർഗത്തിൻ്റെ സഹായമായ പരിശുദ്ധാത്മാവാണ് നിരന്തരം നിത്യതയിലേക്ക് നോക്കുവാനും നിത്യത എന്ന ഭവനത്തെ ലക്ഷ്യം കണ്ടുകൊണ്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യുവാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ പോയാൽ മാത്രമേ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയുള്ളൂ. ഈശോയ്ക്കറിയാം, ഈശോ നടന്ന വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തികമായ സഹായമില്ലാതെ, നടത്തിപ്പില്ലാതെ നമുക്ക് മുന്നേറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈശോയോട് ഒരു പുതിയ അഭിഷേകം ചോദിക്കണം. നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒന്ന് ഉണരുവാനും ആത്മാവിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ഒരഭിഷേകം സ്വർഗത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട സമയമാണ് ഈ ആരാധനയുടെ സമയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം ഒന്ന് ജ്വലിക്കുവാൻ നമ്മുടെ രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെക്കാം. നമ്മുടെ ശിരസിൽ രണ്ട് കരങ്ങളും ഒന്ന് കമഴ്ത്തി വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ ഓരോ ദിവ്യബലിയിലൂടെയും അനേക ശുശ്രൂഷകളിലൂടെയും നമ്മളിലേക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുണ്ടല്ലോ, അതെവിടെയെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ചാരം മൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവര്, ഇപ്പോൾ അഭിഷേകം ഒന്ന് ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ രാത്രിയിൽ മക്കളുടെ ശിരസ്സുകളുടെ മീതെ മകളുടെ അദൃശ്യമായ പരിശുദ്ധകരം വയ്ക്കണമേ. അന്ധകാരത്തിലെ എല്ലാ സാധനങ്ങളും വിട്ടുമാറി പരിശുദ്ധാത്മ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ ഫലദാനങ്ങളാൽ, വരങ്ങളാൽ മക്കൾ യേശുനാമത്തിൽ നിറയപ്പെടട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം, ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. ജീവിപ്പിക്കുന്ന, പുതുക്കുന്ന, നവീകരിക്കുന്ന, എല്ലാത്തിനെയും തീഷ്ണതയോടെ ജ്വലിപ്പിക്കുന്ന ആത്മാവിന്റെ അഗ്നി ഈ നിമിഷം, ഈ രാത്രിയിൽ എല്ലാ മക്കളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വിളിച്ച് യേശുവേ, യേശുവേ, ഈശോ, നിത്യദൈവമേ, കത്തിപ്പടരണമേ എന്നിൽ. ഈശോ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമേ എന്നിൽ. സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമേ എന്നിൽ. ആഗ്രഹത്തോടെ ആത്മാവിനെ വിളിച്ച് സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമേ എന്നിൽ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി. ഹല്ലേലൂയ, 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 ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി കൂട്ടായ്മയോടെ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ തിരുസഭ അമ്മ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന
തീർത്ഥാടക സഭ. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ സഭയുടെ ഓരോ അംഗങ്ങളും കർത്താവിൻ്റെ പരിശുദ്ധ ശരീരത്തിലെ അവയവങ്ങളാണ്. മിശിഹ ശിരസ്സാകുന്ന ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ പരിശുദ്ധ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഏറ്റു പറയുമ്പം നമ്മൾ ഏറ്റു പറയുകയാണ് ഞങ്ങൾ മിശിഹായുടെ അവയവങ്ങളാണെന്ന്. ഈ അവയവങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മ ഐക്യം അനുഭവിക്കുമ്പോഴാണ് തിരുസഭയിൽ കർത്താവിൻ്റെ സാന്നിധ്യം മഹത്വമായി വെളിപ്പെടുന്നത്. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചിരിക്കുന്ന നമ്മൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ബെനഡിക്റ്റ് പാപ്പായെ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. 245-ലധികം എഴുന്ന എല്ലാ കർദിനാളുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുസഭയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ കർത്താവിൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷ നിർവഹിക്കുന്ന മുഴുവൻ മെത്രാന്മാരിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം നിറയാൻ കണ്ണുനീരോടെ വില കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. 4 ലക്ഷത്തോളം വരുന്ന തിരുസഭയിലെ മുഴുവൻ ശുശ്രൂഷ പൗരോഹിത്യം കർത്താവിന്റെ നാമ ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ അച്ഛന്മാരിലേക്ക് ദൈവത്തിന്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 10 ലക്ഷത്തിലധികം വരുന്ന എല്ലാ സമർപ്പിത മക്കളിലേക്കും ദൈവത്തിന്റെ ചൈതന്യ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കട്ടെ. 125 കോടിയോളം വരുന്ന ദൈവമക്കൾ, എല്ലാ കുടുംബങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങൾ, എല്ലാ യുവജനങ്ങൾ, എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എല്ലാ ദൈവ ശുശ്രൂഷകർ, കർത്താവായ മിശിഹായിലുള്ള മാത്രം രക്ഷപ്പെടേണ്ട ലോകത്തിലെ മുഴുവൻ ദൈവമക്കളെ സമർപ്പിച്ച് വിളിച്ച് യേശുവേ തിരുസഭ അനുഗ്രഹിക്കണേ. തിരുസഭയ്ക്കുള്ളിലെ ചീരടികൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, ബന്ധനങ്ങൾ അഴിയട്ടെ. കൂട്ടായ്മ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ, പീഠത്തിൽ വയ്ക്കപ്പെട്ട വിളക്ക് പോലെ തിരുസഭ ലോകത്തിൽ പ്രകാശിതയാകട്ടെ. മിശിഹായെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തിരുസഭയിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരുസഭയെ ജ്വലിപ്പിക്കട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പ്രിയമുള്ളവരെ, ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യ ജീവിതങ്ങളെയും വലിയ സ്നേഹത്തോടെ ഓർക്കുക. യേശു അവരുടെ ഔദാര്യമല്ല. യേശു ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ വ്യക്തിയുടെയും രക്ഷയുടെ അവകാശമാണ് ക്രിസ്തു എന്ന നാമം. ഇനി എത്രയോ രാജ്യങ്ങൾ, എത്രയോ ജനതകൾ യേശു എന്ന നാമം പോലും കേൾക്കാതെ അന്ധകാരത്തിലും പാപത്തിലും അശുദ്ധിയിലിരുന്ന് അവരുടെ ആത്മാക്കൾ നാശത്തിലേക്ക് ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇപ്പോൾ നമ്മുടെ വലതുകരമൊന്ന് ദിവികാരന സന്നിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന അനേകം നിലവിളികൾ ഈ അന്തരീക്ഷം മുഴുവൻ പ്രബുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വലിയ സ്നേഹത്തോടെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, രക്ഷ എന്തെന്നറിയാത്ത എല്ലാ മക്കളെയും കർത്താവിന്റെ സന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് ആദരം തുറന്ന് ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളിലേക്ക് സാന്നിധ്യം കടന്നു വരട്ടെ. സുവിശേഷത്തിന്റെ വെളിച്ചം അവർക്ക് ലഭിക്കട്ടെ. അടിമത്തത്തിന്റെ നുഖങ്ങൾ തകർക്കപ്പെടും. യേശുവിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായ കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കാം. ഈ നിമിഷങ്ങളിൽ ഈ ശാലോം നൈറ്റ് വിജിലിലെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് പങ്കുചേരുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടിയും ഈ നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ച മുഴുവൻ മക്കളെയും കർത്താവിൻ്റെ പരിശുദ്ധമായ
ഉറപ്പുള്ള കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷങ്ങളിൽ ഉദ്ധിതനായ യേശു ദിവ്യകാരുണ്യം ഇറങ്ങി മക്കളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന്, സമൂഹങ്ങളിലേക്ക് കടന്നു ചെന്ന്, രോഗക്കിടക്കയിലേക്ക് കടന്നു ചെന്ന്, കടബാധയിലേക്ക് കടന്നു ചെന്ന്, എല്ലാ സകടങ്ങളിലേക്ക് കടന്നു ചെന്ന് കൈപിടിച്ചുയർത്തുന്ന അനുഗ്രഹത്തിന്റെ സമയമാണ്. എല്ലാ മക്കളും വിളിച്ച് യേശുവേ കർത്താവേ, മക്കളുടെ കണ്ണുനീരൊപ്പണമേ, രോഗക്കിടക്കയിലായിരിക്കുന്ന യേശുനാമത്തിൽ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. കർത്താവേ, കടബാധയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ ഞെരുക്ക, നിരാശ, ഭയം, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയം യേശുനാമത്തിൽ സൗഖ്യം, വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, മരണകരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മാറാരോഗികൾ യേശുനാമത്തിൽ ഈ രാത്രിയിൽ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ലോകം മുഴുവൻ അങ്ങയുടെ സഭയെ കർത്താവേ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ ഭവനങ്ങളില് കർത്താവ് ഇരുന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്ന മക്കൾ കർത്താവേ, കാറുകളില്, വാഹനങ്ങളിലിരുന്ന് അങ്ങനെ ആരാധിക്കുന്ന മക്കൾ കർത്താവേ, ഈ നിമിഷങ്ങളിൽ യാത്രകളിലായിരുന്നുകൊണ്ട് അങ്ങനെ ആരാധിക്കുന്ന മക്കൾ കർത്താവേ, വിടുതൽ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവേ, എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന് അങ്ങനെ ആരാധിക്കുന്ന മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. സമർപ്പിത ഭവനത്തിന്റെ വിശുദ്ധിയുടെ കൂടാരത്തിൽ അങ്ങനെ ആരാധിക്കുന്ന മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ തലങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം, സാന്നിധ്യം, സാന്നിധ്യം വ്യാപരിക്കട്ടെ. അടയാളങ്ങൾ, നല്ല രോഗ സൗഖ്യങ്ങൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല രോഗ സൗഖ്യങ്ങൾ കണ്ടിടട്ടെ. നീ തരിക കൃപ മാറിപ്പോലെ, നിന്നാത്മാവിനാൽ നിറയാ. നീ തരിക കൃപ മാറിടട്ടെ. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടട്ടെ. നീ തരിക കൃപ മാറിപ്പോലെ, നിന്നാത്മാവിനാൽ നിറയാ. നീ തരിക കൃപ മാറിപ്പോലെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആദരവോടെ നമുക്ക് മുട്ടുമ്പോൾ നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ഇതാ, ജീവിക്കുന്ന ദൈവം നമ്മുടെ ശിരസിന് മേൽ അവനൊന്നുയർന്ന താഴുക. അവൻ ഉയർന്ന് താഴുമ്പോൾ അവൻ്റെ വിശുദ്ധ കുരിശനാൽ നമ്മളെ ഓരോരുത്തരെയും മുദ്ര ചെയ്യുക. ഇത് അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ബ്ലെസ്സിങ്ങിൻ്റെ സമയമാണ്. നമുക്ക് ചേർന്ന് പാടി ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തെ നമുക്ക് സ്വന്തമാക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ,
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക്